1946-47 കാലഘട്ടം. അന്ന് പുന്നപ്ര വയലാർ സമരങ്ങൾ കൊടുമ്പുരി കണ്ട സമയത്ത് ഇൻസ്പെക്ടർ സത്യനേശൻ നാടാർ ആലപ്പുഴ നോർത്ത് സ്റ്റേഷനിലെ SI ആയി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി കർഷക സംഘടനകൾ അധ്വാനിച്ച് ബലിഷ്ഠമായ തങ്ങളുടെ മുഷ്ടികൾ ചുരുട്ടി സർ CP ഭരണകൂടത്തിനെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കിയ കാലം. സമരക്കാരെ തല്ലിയും പീഡിപ്പിച്ചും ഒതുക്കുവാൻ തിരുവിതാംകൂർ പോലീസിനോട് സർ CP ഉത്തരവിടുന്നു. മുകളിൽ നിന്നുള്ള ഓർഡർ പ്രകാരം SI സത്യനേശൻ നാടാർ അതിനുവേണ്ടി നിയോഗിക്കപ്പെടുന്നു. ബ്രിട്ടീഷ് സൈന്യത്തിൽ ഒരു മികച്ച സൈനികനായി അംഗീകരിക്കപ്പെട്ട, മനസ്സ് കല്ലാക്കാനും ഉത്തരവുകൾ അതേപടി അനുസരിക്കാനും നല്ല പരിശീലനം ലഭിച്ച സത്യനേശൻ നാടാർ ഒട്ടും ദയവില്ലാതെ കമ്മ്യൂണിസ്റ്റുകാരെ തിരഞ്ഞു പിടിച്ച് തല്ലി ഒതുക്കി. പിൽക്കാലത്ത് തൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടി വന്ന ഏറ്റവും കൊടിയ പാതകമായി ഈ പ്രവൃത്തിയെ അദ്ദേഹം ഏറ്റുപറയുകയുണ്ടായി. VS അച്യുതാനന്ദൻ, MM ലോറൻസ്, ശാരംഗപാണി, SL പുരം സദാനന്ദൻ ഇങ്ങനെ പ്രമുഖ നേതാക്കളെല്ലാം അദ്ദേഹത്തിന് മർദ്ദനത്തിന് ഇരയാക്കപ്പെട്ടവരാണ്. അങ്ങനെ ഇൻസ്പെക്ടർ സത്യനേശൻ നാടാർ കമ്മ്യൂണിസ്റ്റുകാരുടെ കണ്ണിലെ കരടായി മാറി അവരുടെ പൊതുശത്രുവായി അവർ പ്രഖ്യാപിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിന് ജീവന് വരെ ഭീഷണിയായി ഈ പ്രതിഷേധം ഇരമ്പിയപ്പോൾ അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റി. എന്നാൽ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ലോകോത്തര നിലവാരത്തിലുള്ള ഒരു നടൻ ഒളിഞ്ഞുകിടപ്പുണ്ടെന്ന് ആരും സ്വപ്നത്തിൽ പോലും അന്ന് മനസ്സിലാക്കിയിരുന്നില്ല. ഈ പുന്നപ്ര വയലാർ സമരം ഒരു വൻ വിജയമായി. പിൽക്കാലത്ത് ഉദയ സ്റ്റുഡിയോ ഈ സമര ചരിത്രം മുഴുവൻ സിനിമയാക്കി ചിത്രീകരിക്കുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ അന്ന് നായകനാകാൻ വേണ്ടി സമീപിച്ചതും ഈ സത്യനേശൻ നാടാരെ എന്നതാണ് വിരോധാഭാസം. എന്നാൽ സമരക്കാരോടും മലയാള നാടിനോടും താൻ ചെയ്ത ഈ അപരാധം മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നതിനാൽ, ആ കുറ്റബോധം പേറിയാണ് ജീവിച്ചിരുന്നതിനാൽ അദ്ദേഹം താൻ ഈ സിനിമയിൽ അഭിനയിക്കുവാനായിട്ട് യോഗ്യനല്ല എന്ന് പറഞ്ഞ് പിന്മാറുകയുണ്ടായി. ഒരു പോലീസുകാരനായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ തന്നെ ചില്ലറ നാടകങ്ങളിലൊക്കെ അദ്ദേഹം അഭിനയിക്കുവാനായിട്ട് പോകുമായിരുന്നു. യഥാർത്ഥ ജീവിതത്തിൽ ഒട്ടുമിക്ക ഭാഗങ്ങളും അഭിനയിച്ച് തീർത്തതിന് ശേഷം ഒടുവിൽ 40ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെടുവാനായിട്ട് ഭാഗ്യമുണ്ടായത്. ആലപ്പുഴ നോർത്ത് സ്റ്റേഷനിൽ സേവനമനുഷ്ഠിക്കുന്ന സമയത്ത് മലയാള ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിച്ചിരുന്ന സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവതർ എന്നൊരു മനുഷ്യനെ അദ്ദേഹം പരിചയപ്പെടുന്നു.